അപ്പോൾ നമ്മളിന്ന് കല്യാണത്തിന് വേണ്ടിയുള്ള കല്യാണ സാരി മന്ത്രോടി എടുക്കാനായിട്ട് പോവുകയാണ്. എവിടെ പോകണമെന്നറിയോ? എംലോഫ്റ്റ് കോട്ടയത്തോട്ടാണ്. അപ്പം ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ ഞാൻ. അപ്പം കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് കേട്ടോ എംലോഫ്റ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റായിട്ട്. അങ്ങനെ നമ്മൾ എംലോഫ്റ്റിൽ എത്തിയിരിക്കുവാണ്. അവിടെ വെഡ്ഡിങ് സെക്ഷനിലോട്ടാണ്. ഒരു ഫ്ലോർ ഫുള്ള് വെഡ്ഡിങ് സെക്ഷനാണ്. അതാണ് ഈ ഫ്ലോറ് ഫുൾ വെഡ്ഡിങ് സാരീസാണ്. അപ്പം ഈ സെക്ഷനിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് സാരി കൊണ്ടുവന്ന് കാണിച്ചു തരുമോ. അപ്പം ഞാൻ പറഞ്ഞ എന്തുണ്ട് യുണീക്ക് വെറൈറ്റി ആയിട്ടുള്ള സാരീസാണ് എനിക്ക് വേണ്ട, എന്തെങ്കിലും പ്രത്യേകതയൊക്കെ ഉള്ള കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ നോർമൽ വെഡ്ഡിങ് സാരിയും കാണിച്ചു, അല്ലാതെ കാഞ്ചീപുരം ടിഷ്യൂ സിൽക്കും കാണിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ കാഞ്ചീപുരം ടിഷ്യൂ സിൽക്ക് കണ്ടു കഴിയുമ്പം പിന്നെ നമ്മളെ നോർമൽ വെഡ്ഡിങ് സാരിക്ക് വലിയ എടുപ്പ് തോന്നത്തില്ല കേട്ടോ. ഞാൻ പറയുവാണ് കാഞ്ചീപുരം ടിഷ്യൂ സാരി എടുക്കുന്നവരാണ് പിന്നെ മറ്റേ നോക്കരുത്, രണ്ടും കൂടെ എടുത്ത് കാണിക്കുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കാഞ്ചീപുരം ടിഷ്യൂ സിൽക്കിലോട്ട് മൈൻഡ് കൺവേർട്ടായി പോവും, എന്നെ പോലെ തന്നെ. കാരണം നമുക്ക് അത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഷൈനിങ്ങും എടുപ്പും ഒക്കെ കാണുമ്പോൾ ആ ഒരു റോയൽ ലുക്ക് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കാഞ്ചീപുരം ടിഷ്യൂ സിൽക്ക് എടുത്തു പോകും. അതിൻ്റെ ഒരു ഇതാണ് അങ്ങനെ. സാറിന് നോർമൽ, പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഫോട്ടോ എടുക്കുമ്പം ഫോട്ടോസിൽ നല്ല ലൈറ്റും കളറും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷെ നേരിട്ട് കാണാൻ കാഞ്ചീപുരം ടിഷ്യൂ സിൽക്കാണ് നല്ല. അല്ലാത്ത സാരി നോർമൽ അത്രയേ ഉള്ളൂ, പക്ഷെ ഫോട്ടോയിൽ വരുമ്പോൾ ഒരു എടുപ്പുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്കും എടുക്കാം. പക്ഷേ അപ്പം വെഡ്ഡിങ് സമയത്ത് ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴേ നോർമൽ സാരി ആണെങ്കിൽ ഇപ്പോൾ ഒരു അത്യാവശ്യം എടുപ്പ് കാണും. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വാങ്ങാം. എനിക്ക് കാഞ്ചീപുരം ടിഷ്യൂ സിൽക്കാനാണ് ഞാൻ വാങ്ങിച്ചത്. എനിക്കത് അവിടെ ചെന്നപ്പോൾ അത് ടിഷ്യൂ സിൽക്ക് ഉള്ള കളക്ഷൻ കാണിച്ചപ്പോഴാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ ചോദിക്കുന്നത് എന്തുണ്ട് വെറൈറ്റി കാണിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഈ ഫ്ലോർ ഫുൾ വെഡ്ഡിങ് സാരിയാണ് എന്നവരെന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് യുണീക്ക് ഡിസൈനുണ്ട്, എന്താണ് ഒരു വെറൈറ്റി എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കണം കൊള്ളാലോ എന്താ. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കും ഏതെടുക്കണം ഓരോന്ന് കാണിക്കുന്നുണ്ട്. കോമൺ അല്ലാത്ത കളേഴ്സ് കാണിക്കുന്നുണ്ട്, പല മോഡലും പല വെറൈറ്റീസും എല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്, അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളി കസ്റ്റമർ സർവീസാണ്. എന്ന് വെച്ചാൽ ആ ചേച്ചിയെ കണ്ട് നമുക്ക് എടുത്ത് എന്നാൽ എന്തൊരു സ്നേഹമാണെന്നറിയടാ മോളെ, വെച്ച് തരട്ടോ ആ സാരി വെച്ച് തരുന്നതിനാവട്ടെ, ഭയങ്കര പ്ലസൻ്റായിട്ടാണ് നമ്മളോട് പെരുമാറുന്നതൊക്കെ, നല്ലൊരു സ്നേഹവും കാര്യമൊക്കെ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കടയിൽ ചെല്ലുമ്പോൾ ആ കസ്റ്റമറിനോട് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം, അത് ഇവിടെ എംലോഫ്റ്റിൽ അടിപൊളി, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ എന്തൊരു സ്നേഹമാണെന്നറിയാം, വന്ന് വെച്ച് തരാനും അഭിപ്രായം പറയാനും ഒക്കെ നല്ല സ്നേഹമായിരുന്നു ആ ചേച്ചിക്ക്. നല്ലൊരു പെരുമാറ്റം. എടുത്ത് അറിയാതെ പറഞ്ഞു പോകുന്നത് എന്താ പറയുക, ഒത്തിരി വട്ടം പറയുന്നത് വെച്ചാൽ ഒരാൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയല്ലേ. അങ്ങനെ ഓരോ സാരിയും താണ്ട ഞാൻ വെച്ച് നോക്കുവാണ്. 5 സാരി നമുക്ക് സിംഗിൾ പ്ലേറ്റ് ഇട്ടിട്ട് വെച്ച് നോക്കാം. അതിനുശേഷം 3 സാരി നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാഞ്ചീപുരം ടിഷ്യൂ സിൽക്ക് 3 സാരി സെലക്ട് ചെയ്ത് എന്നിട്ട് അത് 3 എന്നെ ഫ്ലീറ്റ് ഇട്ട് നല്ലോണം ഉടുപ്പിച്ച് കാണിക്കും അവർ. അപ്പം 3 എണ്ണത്തിൽ നമ്മൾ 2 ഇങ്ങനെ എടുത്ത് ഏത് വേണോ, ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ളത്. ഇത് ഈ ഗ്രീൻ കണ്ടോ, ഇത് മറ്റേ ആശാശരത്തിൻ്റെ മോളൊക്കെ ഉടുത്തൊരു സാരിയാണ്. പിന്നെ മാളവിക എന്ന് വെച്ചാൽ ഈ റെഡ് സാരിയിൽ സൈഡിൽ ഗ്രീൻ ബോർഡർ വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ. പക്ഷെ അതും കൊള്ളാം ആ സാരി, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സാരി, ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ഒരു ബോർഡറാണ് വരുന്നത്. കാരണം റയറായിട്ട് അധികം കാണാത്തൊരു ഷെയ്ഡ്. പക്ഷെ എനിക്ക് ബോഡി പാർട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. എല്ലാവർക്കും ബോർഡർ ഇഷ്ടപ്പെട്ട് ബോഡി ഇഷ്ടപ്പെട്ടില്ല. അപ്പം അങ്ങനെ കൺഫ്യൂഷനിൽ. പക്ഷേ ഈ ഒരു സാരി ഉടുത്തപ്പോഴുണ്ടല്ലോ, എന്നാൽ ഇപ്പം എന്നെ ഫ്ലീറ്റ് ഇട്ട് അവർ ഉടുപ്പിച്ച് കാണിക്കുന്നത്. ഇത് ഉടുത്തപ്പം തന്നെ മനസ്സിലെന്തോ നമുക്കിങ്ങനെ ഒരു ഫീലിങ്സ് വരുമല്ലോ, ഇതാണ് വേണ്ട. അപ്പോൾ അത് ഉടുത്തപ്പം തന്നെ എന്തോ ഒരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്തുള്ളത് പറയണമല്ലോ. എനിക്ക് ഉടുത്തപ്പോൾ തണുപ്പ് പോലെയൊക്കെ തോന്നി, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല സുഖം എനിക്ക് തോന്നിയത് വെച്ചപ്പം തന്നെ എൻ്റെ മനസ്സിൽ ഇത് മതി എന്നെന്തോ ഒരു തോട്ട് വന്നു കേട്ടോ. അപ്പോൾ അന്നേരം എല്ലാവരും മറ്റേതും കൊള്ളാം ഇതും കൊള്ളാം. അപ്പോൾ അവർ മനസ്സിലായി ഇതെടുത്തുകൊണ്ട് പോയാൽ മറ്റേ എടുക്കാത്ത വീട്ടിൽ ചെന്നിട്ട് വിഷമമാവോ, അങ്ങനെ ഒരു തോട്ടും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ചേച്ചിമാരോട് പറഞ്ഞ് ആ ചേച്ചി വെച്ച് കാണിച്ചു. ആ ചേച്ചിയുടെ ഉടുപ്പിലോട്ട് ദൂരെ നിന്ന് നോക്ക്, ഞാൻ വെച്ച് ഉടുത്ത് കാണിക്കാം ജസ്റ്റ് ഏതായിരിക്കും നല്ലതെന്നുള്ള. അപ്പോൾ കുറേ സമയം ഈ 2 സാരി ഇതെടുക്കണോ അതെടുക്കണോ കൺഫ്യൂഷനായി. പിന്നെ എല്ലാവർക്കും അവിടെ വന്ന് കൂടുള്ളവരോട് വോട്ട് ചോദിച്ച് എങ്ങനെ ഏത് സാരിക്കാണ് കൂടുതൽ വോട്ട് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ എനിക്കിഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാരി ഉണ്ടല്ലോ, ഇതാ എനിക്ക്
വേറെ എന്തുമായാലും ആ മനസ്സിലത് വേണം ഒരിത് അല്ലേ വേണ്ട, എൻ്റെ മനസ്സിൽ തോന്നിയല്ലോ, റിഗ്രറ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഇതെടുക്കാന്നുണ്ട്. ഇത് കൺഫ്യൂഷൻ നിൽക്കുക. 2 ചേച്ചിമാരും 2 സാരി വെച്ച് കാണിക്കുക. നോക്ക്, വെച്ച് കാണിക്കുമ്പോൾ ഏതാ നല്ലതായിട്ട് തോന്നിയെന്ന്. അപ്പം മറ്റേ ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു, മോൾ ഉടുത്ത് നിൽക്കുന്ന സാരിക്ക് ഒരു റോയൽ ലുക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ നല്ല 2 നല്ലതാണ്, നിനക്ക് 2 ഇണങ്ങുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ട സാരി തന്നെ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത്. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാരി ലൈന് വരുന്നത് നമ്മൾ ഇടയ്ക്ക് ഉടുത്ത് നോക്കി. ഇതാണ്ട വീണ്ടും ഞാൻ ഫ്ലീറ്റൊക്കെ എടുത്ത് വെച്ച് നല്ല രീതിയിൽ നോക്കുക, ഫോട്ടോ എടുത്ത് നോക്കുന്നു, അയച്ചു നോക്കുന്ന, ഫോട്ടോസിൽ വരുമ്പോൾ നല്ലതാണോ എന്ന് നോക്കുന്നു. എന്ന് വേണ്ട, നല്ല എല്ലാ തരത്തിലും നോക്കി ആ സാരി, ഫോട്ടോയിൽ കാണാൻ എങ്ങനെ ഉണ്ടെന്നും എല്ലാം. പക്ഷേ എന്തോ അത് നമ്മളങ്ങനെ കൺഫേം ചെയ്തു. ഇത് നമ്മുടെ ആരതിപ്പൊടിയൊക്കെ ഉടുത്ത സാരിയില്ലേ വെഡ്ഡിങ്ങിന്, ആ ബ്ലൂ റാണി പിങ്കും അതിനകത്ത് ആരതിപ്പൊടി വർക്ക് ചെയ്തായിരുന്നു വെഡ്ഡിങ്ങിന് ഉടുത്തത്. എന്നെ അത് കാണിച്ചായിരുന്നു. ആരതിപ്പൊടി എംലോഫ്റ്റിൽ നിന്നാണല്ലോ സാരി എടുത്തത്. ഇതെല്ലാം ബനാറസി സാരികളാണ്. ഞാൻ പക്ഷേ റേറ്റ് ചോദിക്കാൻ വിട്ടുപോയി കേട്ടോ, അതാ റേറ്റ് പറയാത്തത്. വെഡ്ഡിങ് സാരി ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് നോക്കാൻ കാര്യം റിസപ്ഷൻ്റെ സാരി നോക്കാമെന്നും പറഞ്ഞിട്ടാണ് ബനാറസി നോക്കിയത്. പിന്നെ വെഡ്ഡിങ് സാരി ഓൾമോസ്റ്റ് റെഡ് ഗോൾഡൻ ഫിനിഷ് ആയതുകൊണ്ട് റിസപ്ഷൻ അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ നമ്മൾ റിസപ്ഷന് എടുക്കാനായിട്ട് അധികം ടൈം വേസ്റ്റ് ചെയ്തില്ല കേട്ടോ, പെട്ടെന്ന് എടുത്ത് നമ്മൾ ഈ ബ്ലാക്കാണ് ഫിക്സ് ചെയ്തത്. ഈ ബ്ലാക്കും വേറൊരു ഇതെടുത്ത് ഫസ്റ്റ് ഇത് ഒരെണ്ണം കൊടുത്തപ്പോഴേ എല്ലാവരും പറഞ്ഞാൽ ഇത് മതി, നല്ല രസമുണ്ട്, കൊള്ളാമെന്ന്. അപ്പോൾ അവിടെ ഒരു സാരി ഇരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ഉടുത്ത് നോക്കാൻ കൊള്ളാമല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ എന്തായാലും ആ ചേച്ചിയും പറഞ്ഞു ഉടുപ്പിച്ച് കാണിക്കാം, ഉടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, എടുക്കണമെന്നില്ലല്ലോ, ഉടുത്ത് നമുക്ക് കാണാമല്ലോ. അപ്പം ഇത് ഉടുത്തിട്ടും കൊള്ളായിരുന്നു, നല്ല ഒതുക്കമൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റോൺ നല്ല വെയിറ്റുള്ള സ്റ്റോണായിരുന്നു, ആ നെറ്റിനകത്ത് വരുന്ന വർക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ ഉടുത്ത് നിന്നാൽ നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കും, നല്ല സ്ലിമ്മായിട്ട്. അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ഫസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ ഫിക്സ് ചെയ്തത്. എന്നാലും ഇത് ഉടുത്ത് കണ്ടപ്പോൾ കൊള്ളാം, ഇതും കൊള്ളാം, അതും കൊള്ളാം, എല്ലാം കൊള്ളായിരുന്നു. നിങ്ങൾ പറ ഗൈസ്, നിങ്ങൾക്ക് ഏത് സാരി ഇഷ്ടപ്പെട്ട, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ അതോ ഈ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ആണോ? ഇത് അവരുടെ ഡിസൈനർ ഫ്ലോറാണ്. ഇത് ഫുള്ളിരിക്കുന്ന ഫ്ലോറിലിരിക്കുന്ന ഫുൾ ഡിസൈനർ സാരികളാണ്. നല്ല ഹെവി റിച്ച് വർക്കുള്ള സാരികൾ. 30,000, 40,000 പല റേറ്റുള്ളതുണ്ട്, 22,000 പല റേറ്റുണ്ട് കേട്ടോ. പക്ഷെ നല്ല കളക്ഷൻ, നല്ല ഹെവി റിച്ച് ഹാൻഡ് വർക്ക് വരുന്ന അടിപൊളി കളക്ഷൻ. പിന്നെ അതേപോലെ അവരുടെ ഇൻറ്റീരിയർ പറയാതിരിക്കാൻ വയ്യ. ഇൻറ്റീരിയറൊക്കെ കണ്ട നല്ല രസമുണ്ട്. ഈ ഒരു ഡിസൈനേഴ്സ് വന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫ്ലോറാണ്. അകത്തോടുള്ള അവരുടെ ലോഗോയും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത, പുറത്ത് കൊടുത്തില്ല, അവിടെ തന്നെ ചെയ്യാൻ നല്ല ഫിനിഷിംഗ് ഉള്ള വർക്ക് കിട്ടുമല്ലോ എന്ന് വെച്ച് ഞാൻ പുറത്ത് കൊടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്ത് എങ്ങനെ ബ്ലൗസ് വർക്ക് ചെയ്യണം. വെഡ്ഡിങ് ബ്ലൗസോ റിസപ്ഷൻ ബ്ലൗസോ അവിടെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തത്. പിന്നെ നമ്മൾ പാറ്റേൺ ഡിസൈനും എല്ലാം പറഞ്ഞു കൊടുത്ത് ഫിക്സ് ചെയ്തിട്ട് വന്ന് നമ്മൾ നേരെ പിന്നെ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി. കാരണം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വാങ്ങാനായിട്ട് വന്നാൽ മതി എംലോഫ്റ്റിലോട്ട്. ഇപ്പം ബ്ലൗസ് 2 സ്റ്റിച്ച് ചെയ്യാനും കൊടുത്ത് സാരി 2 സെലക്റ്റും ചെയ്തിട്ടുണ്ട്. റിസപ്ഷൻ സാരി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയായിരുന്നു. വെഡ്ഡിങ് സാരി ഞാനൊന്ന് റോൾ ചെയ്യാനായിട്ട് കൊടുത്തായിരുന്നു. ഫോൾഡിങ്ങിൻ്റെ ഈ പാട കാണുമല്ലോ, അപ്പം ഉടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീഡിയോസിലും കണ്ടിട്ടുണ്ട് റോൾ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് കാരണം അവിടെ റോൾ ചെയ്യാൻ കൊടുത്തിട്ടാണ് വന്നത്. ഇനി നമുക്ക് ഈ സാരിയും ബ്ലൗസ് വർക്ക് ചെയ്തതും കൂടെ വാങ്ങാനായിട്ട് ഇനി പോയാൽ മതി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ അവിടെ ചങ്ങനാശ്ശേരി തന്നെ കാന്താരി എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡൊക്കെ ആയിരുന്നു. അവിടെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എംലോഫ്റ്റിൻ്റെ തന്നെ മെൻസ് സെക്ഷനിലോട്ടാണ് പോയത്. ആദ്യത്തിന് പുടവയ്ക്കുള്ളൊരു കുർത്തി കസ്റ്റമൈസ് ചെയ്യിക്കാനാണ് കൊടുത്തത്. ഡിസൈൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഡിസൈൻ ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് ഡ്രസ്സും കൂടെ വേറെ ഷോപ്പിൽ 2-3 കയറി ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ആഫ്റ്റർ മാരേജ് ശേഷം യൂസ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം കേക്ക് വേൾഡിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട്
നമ്മളിരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്ന് ഇത് വാങ്ങാൻ പോകുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങാനായിട്ട് പോവുകയാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിനി വാങ്ങാൻ പോകുമ്പോൾ കാണാമെന്ന്. അപ്പോൾ ഇന്ന് ഞാനും ആദിത്യവും കൂടെ ആണ് പോകുന്നത് ഡ്രസ്സ് വാങ്ങാനായിട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇതാണ്ട് എം ലോഫ്റ്റിൻ്റെ മെൻസ് സെക്ഷനിലോട്ട് വന്നേക്കുവാണ്. ഇവിടുന്ന് ആണ് ആദിത്യൻ്റെ ഡ്രസ്സ് എടുക്കുന്നത്. അപ്പം നമ്മളിവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുവാണ്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോസ്. അപ്പോൾ ഭയങ്കര വെയിലുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല, ഈ വെയിലത്ത് കരിഞ്ഞു പോകും നമ്മൾ. ഇന്ന് അതുപോലെ ബൈ ദ വൈ April 4th ആണ്, അത് പറയാൻ വിട്ടുപോയി. കാരണം നമ്മളെ കല്യാണത്തിൻ്റെ കുറച്ച് അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഫുൾ ഷോപ്പിംഗ് എന്ന് പറയാൻ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അതുകൊണ്ട് എം ലോഫ്റ്റിൽ സ്റ്റിച്ച് ചെയ്ത കുർത്തിയാണ് അവിടെ വെച്ചിട്ട് നോക്കിയതുണ്ട്. അപ്പോൾ ഇത്തിരി ലൈറ്റ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അതിനെ മാറി നിൽക്കാൻ പറഞ്ഞ് നിന്ന് നോക്കിയിട്ട് ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് അതിൻ്റെ ഡ്രസ്സിൻ്റെ ഭംഗി അറിയാത്തത്. ഇനി പുടവയുടെ ലുക്കിനകത്ത് കാണാൻ പറ്റും നമുക്ക് ആ ഡ്രസ്സ്. നമ്മളെ ഡ്രസ്സൊക്കെ വാങ്ങി അവിടുന്ന് വന്ന് അവിടെ ഒട്ടും ഓൾട്രേഷനോ ഒന്നും കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നില്ല, കാരണം പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. പിന്നെ നേരെ എം ലോഫ്റ്റിലോട്ട് പോയി. വെഡ്ഡിങ് സെക്ഷൻ ലേഡീസിൻ്റെ, മറ്റേത് മെൻസിൻ്റെ ആയിരുന്നു. ആ മെൻസിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ലേഡീസ് സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നാണ് എൻ്റെ ബ്ലൗസ് എടുക്കാൻ വന്നത്. എൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിൽ ടാസിൽസ് വെക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു 1 hour ലേറ്റ് ആവുമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, പുറത്തോട്ടൊക്കെ ഒന്ന് പോയി കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ നമ്മളത് ഇട്ട് നോക്കാൻ പറഞ്ഞു. ഇട്ട് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഓൾട്രേഷനൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇട്ട് നോക്കും, ഷേപ്പ് ചെയ്യും, പിന്നെ അന്നേരം അതിനകത്ത് എന്തെങ്കിലും ഒരു അപാകതയുണ്ട് വീണ്ടും പറഞ്ഞ് അങ്ങനെയൊക്കെ ഇട്ട് നോക്കി ഷേപ്പ് ചെയ്തെല്ലാം സെറ്റാക്കി എടുത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ സാരി റോൾ ചെയ്യാൻ കൊടുത്തായിരുന്നല്ലോ, അത് അവർ അഴിക്കുവാണ്. കാരണം നമുക്ക് ഈ പുടവ തരുന്നത് കൊണ്ട് ഈ റോളോടെ വെച്ച് സാരി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അതൊരു റോളായിട്ട് കൈ തരുന്ന ഒരു സുഖമില്ലല്ലോ പുടവയ്ക്ക്. അതുകൊണ്ട് ഈ ചുളുക്കും പോകണം, അതുകൊണ്ട് ആ ഫോൾഡിങ്ങിന്റെ പാട് പോകാനാണ് ഞാൻ റോൾ ചെയ്യാൻ കൊടുത്തിരുന്നത്. അങ്ങനെ റോൾ ചെയ്ത് നല്ല സോഫ്റ്റായി മെറ്റീരിയൽ, കുറച്ചും കൂടെ നല്ല കാഞ്ചീപുരം ടിഷ്യൂ സിൽക്കാണ്. ഗോൾഡൻ സെറി വീവിങ് വരുന്ന സാരി ആയിരുന്നു. അത്രയും നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആണ്, അത്രയൊരു ഭയങ്കര ഷൈനിങ്ങും നല്ല രസമുള്ളൊരു സാരി. ചേച്ചി അധികം ഫോൾഡിങ്ങിന്റെ പാടില്ലാത്ത രീതി പയ്യെ സോഫ്റ്റ് ആയിട്ട് നമുക്കത് മടക്കി തന്നത്. ഈ പുടവ ചടങ്ങ് ഇല്ലാത്തവർക്ക്, അങ്ങനെ ഫംഗ്ഷൻ ഇല്ലാത്തവർക്ക് ഡയറക്റ്റ് റോൾ ചെയ്ത് സാരി വെഡ്ഡിങ്ങിന് എടുത്തിട്ട് വെഡ്ഡിങ്ങിന് ആ ഉടുക്കുന്ന സമയത്ത് അയച്ചാൽ മതി, അതായിരിക്കും നല്ലത്. നമുക്ക് പുടവ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഫോൾഡിങ് അഴിച്ച് മടക്കിയെടുത്ത്. പിന്നെ അതിന് ശേഷം അവർ പ്രയർ ചെയ്തിട്ടാണ് നമുക്ക് സാരി തരുന്നത് നമ്മുടെ കയ്യിലോട്ട്. അതൊക്കെ ഒരു നല്ലൊരു ചടങ്ങാണ്. വേറെ എങ്ങും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ അത് കൊള്ളാം ആ ഒരു സംഭവം. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ സാരിയും എല്ലാം വാങ്ങിച്ചു അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ നമ്മുടെ സാരിയൊക്കെ കിട്ടി. കുറച്ച് അവിടെ ബാക്കിലൊക്കെ വെച്ചിട്ടുണ്ട് സാരി. നമ്മൾ സാരിയൊക്കെ വാങ്ങിച്ച് എം ലോഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട്. നല്ല മഴക്കോളുണ്ട്, കാണാമോ? മഴ പെയ്യുമായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. നോക്കാം. വണ്ടി ഓടിക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് മാത്രം വെച്ച് ഓടിക്കുന്ന കുട്ടി, നോക്കുട്ടി എന്താ ചെയ്യുക? വണ്ടി ഓടിക്കുകയാണ്. എം ലോഫ്റ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കണ്ടോ, ഓൾറെഡി അവർക്ക് പാർക്കിംഗ് ഉണ്ട് റൈറ്റ് സൈഡിലായിട്ട്. മാപ്പിടാൻ എങ്ങോട്ടാ മാപ്പിടേണ്ടത്? അപ്പൊ കഴിഞ്ഞടാ. അപ്പൊ നമ്മള് ബസ്സൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോകുന്നു. നോക്കട്ടെ, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം. ഗൈസ്, നല്ല മഴക്കോട്. ഞാൻ പറഞ്ഞില്ലേ, ആടിപൊളി മഴ പെയ്യും. കണ്ടോ, നോക്കിക്കോ, തകർത്ത വഴി. നമ്മൾ പോകുന്ന വഴിക്ക് മഴ പെയ്യുവാൻ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ വെഡ്സ് ഇന്ത്യയിൽ പോയി. അപ്പോൾ വെഡ്ഡിങ്ങിന് ഇടാൻ പറ്റിയൊരു ചെരുപ്പ് നോക്കുമായിരുന്നു. ഈ ഒരു ചെരുപ്പ് കൊള്ളാം, പക്ഷേ എന്തോ അത് അങ്ങനത്തെ ടൈപ്പ് വേണ്ടെന്നും പറഞ്ഞുകൊണ്ടേ റെഡ് കളർ സാരിയിൽ ഇപ്പോൾ ആ ഒരു റെഡ് ഷെയ്ഡായിട്ട് മാച്ച് ആവുന്നൊരു ചെരുപ്പ് നോക്കാമെന്നും പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടി കേട്ടോ. നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചവരെ നല്ലൊരു ചെരുപ്പ് കിട്ടി. പിന്നെ നേരെ തിരിച്ച് വീട്ടിലോട്ട്. അപ്പം ഒരു സന്ധ്യ സമയമായിരുന്നു. അപ്പോൾ ആ സ്കൈയുടെ ഒരു കളറും ഒക്കെ കണ്ടുകൊണ്ട്, ഒരു ഭംഗി കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ എടുത്തത്. നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം പുതിയ പുതിയ വെഡ്ഡിങ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.